ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. അപ്പോൾ നമ്മൾ ഒരു കുറേ നാളായിട്ട് നിങ്ങളെ പറഞ്ഞ് എന്താ പറയുക, ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഞാനും ഒരുപാട് തവണ ചെയ്യാമെന്ന് പറഞ്ഞ് നടന്നൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ കഴക്കൂട്ടം മുതൽ കാരോട് വരെ നിർമ്മാണം പൂർത്തിയായ ബൈപ്പാസിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് ആ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ റോഡ് തീരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഏതെങ്കിലുമൊക്കെ വഴിക്കൊന്ന് പോയി നോക്കാം, എവിടം വരെ എത്തുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ റോഡ് കാണുന്നുണ്ട്. പക്ഷേ ഇതുവഴി പോയാൽ എനിക്ക് ആ മറ്റേ റൂട്ടിൽ പോകാനൊക്കത്തില്ല. സോ നമുക്ക് അപ്പുറത്തോട്ട് കടക്കണം. ഇവിടെ ഇപ്പോൾ ഒരു അണ്ടർപാസൊക്കെ പണിയുന്നുണ്ട്. ഇതുവഴി കടന്നു പോകാനുള്ള വഴിയില്ല. അണ്ടർപാസിൽ കൂടെ കയറി പോകാൻ പറ്റുമോ എന്നറിയില്ല. ചുമ്മാ അതൊന്ന് നോക്കിയിട്ടങ്ങ് പോവാം. അണ്ടർപാസിൽ കൂടെ കയറി ക്രോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുവഴി ക്രോസ് ചെയ്യാം. അവിടെ മൊത്തം ചെളിയാണ്, വേണ്ട. പോരാത്തതിനൊരു പട്ടിസാറൊക്കെ കിടക്കുന്നു. പട്ടിസാറിന് ഇനി വല്ലതും തോന്നിയാലോ. അപ്പം നമ്മൾ ആ വഴി ഒഴിവാക്കി ഇപ്പുറത്തെ സൈഡിൽ കൂടെ. എൻ്റെ പൊന്നെണ്ണ തേഞ്ഞ്. ഇനി ഇതിൻ്റെ പുറകെ പൊടിയടിച്ച് പോകണമല്ലോ. ഇതിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾക്ക് എന്തോന്ന് കാഴ്ച കാണിച്ചു തരാം. ഈ സാധനം കുറച്ച് പോട്ടെ, ഇല്ല രക്ഷയില്ല. ഇതിൻ്റെ തൊട്ട് പുറകെ പോയാൽ എന്തോന്ന് കാഴ്ച കാണാനാ. ഓവർടേക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരുന്നു. എന്തിനു പൊടി, അവന് വീല് കൂടുതലുള്ളതിൻ്റെ അഹങ്കാരമാണ്. അടിച്ച് പറത്തി പോയാൽ മതിയല്ലോ. നമ്മൾ അടിച്ച് പറത്തി പോയാൽ എവിടെയെങ്കിലും പൊടിയടിച്ച് കിടക്കും. എന്തായാലും പതുക്കെ പോവാം. ഇങ്ങനെയൊക്കെയാണ് ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് പണ്ടാരം. അപ്പോൾ ഇവിടെ ഒരു മേൽപ്പാലത്തിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങ് നിന്ന് വന്ന് അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഒരു മേൽപ്പാലം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം ഏതാണെന്ന് പറയണമെങ്കിൽ ഞാൻ മാപ്പ് നോക്കേണ്ടി വരും. ഓ മൈ ഗോഡ്, ഡോഗി സർ. അപ്പം നമുക്ക് എവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. നോ ഓവർടേക്കിംഗ്. അപ്പോൾ ഇവിടെയൊക്കെ
നല്ലപോലെ പണി കഴിഞ്ഞിട്ടുണ്ടോ. നോ ഓവർടേക്കിംഗ് ബോർഡൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ സ്ഥിരം വണ്ടികൾ പോകുന്നുണ്ടെന്നാണ് അർത്ഥം. ഇതൊക്കെ പണ്ട് പണിത റോഡുകളാണ്. അതായത് നമ്മുടെ ഈ പ്രശ്നം ഉണ്ടാവുന്നതിന് മുന്നേ LNT എന്ന് പറഞ്ഞ കമ്പനി മറ്റേ നമ്മുടെ കഴക്കൂട്ടം കാരോട് റോഡ് ടാർ ചെയ്ത് പണിതത്, ടാറല്ല, വാർത്ത് പണിതതുപോലെ വാർത്ത് പണ്ട് ഉണ്ടാക്കിയ റോഡുകളാണ് ഇതൊക്കെ. നിന്ന് പോയ സ്ഥലമൊക്കെ ഒരുപാട് മുന്നിലാണ്. മറ്റേ എന്തോ കേസൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. തണ്ണീർത്തടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ ഇഷ്യൂസായിട്ടാണ് ഈ റോഡ് നിർമ്മാണം താമസിച്ചത്. ഇല്ലെങ്കിൽ കേരളത്തിലെ റോഡ് പണിയും തമിഴ്നാട്ടിലെ റോഡ് പണിയും ഒന്നിച്ച് നടന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, എങ്ങനെ പോയാലും തമിഴ്നാട്ടിലെ റോഡ് പണി ആദ്യം തീരത്തുള്ളൂ. പക്ഷേ ഈ ഒരു കേസിൽ മാത്രമാണ് കേരളത്തിലെ റോഡ് പണി ആദ്യം തീർന്നതും തമിഴ്നാട്ടിലെ റോഡ് പണി ഇപ്പോഴും തീരാതെ നിൽക്കുന്നതും. അപ്പോൾ ആ ചേട്ടൻ അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ നമുക്കും അപ്പുറത്തോട്ട് സ്വിച്ച് ചെയ്യാം. അതോ ഇനി ആ ചേട്ടൻ ആ മുകളിലോട്ടാണ് കയറി പോകേണ്ടത്? എന്തായാലും സർവീസ് റോഡ് വഴി തന്നെ പോയി നോക്കാം. കാരണം ഇനി മറ്റേ റോഡിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടു പോകരുതല്ലോ. ഇവിടെ അടുത്ത ഒരു മേൽപ്പാലം അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സർവീസ് റോഡിലോട്ട് കയറാം. കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ സർവീസ് റോഡിൽ കയറേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നോക്കി പോവാം, ചോദിച്ച് പോവാം. കാര്യം നമുക്ക് ഈ ഒരു ഏരിയ ഞാൻ അങ്ങനെ അധികം എന്ന് വെച്ചാൽ ഒന്നാമത് പുതിയ റോഡ്, അല്ലേ തന്നെ ഇങ്ങോട്ടുള്ള ഇട റോഡൊക്കെ ഞാൻ വളരെ കുറച്ച് വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ ടൈപ്പ് റോഡൊക്കെ അല്ലാതെ വന്നിട്ടുള്ളതൊക്കെ മറ്റേ മെയിൻ റോഡ്, നമ്മുടെ കൊല്ലങ്കോട് എന്നുള്ള റോഡും പിന്നെ ഈ മാർത്താണ്ഡത്തോട്ടുള്ള റോഡ് വഴിയൊക്കെയാണ് നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാർണിംഗ്, ഡീപ്പ് എക്സ്കവേഷൻ. ഓക്കെ, താങ്ക് യു. ട്രാക്ടർ ചേട്ടൻ മാന്യനാണ്, ആൾ ഒതുക്കി തന്നു വണ്ടി. നമ്മുടെ നാട്ടിലൊക്കെ ഡ്രൈവ് ചെയ്യണ പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് കയറ്റം കയറി വരുന്ന വണ്ടിക്ക് വഴി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവിടുത്തെ ഇത് കാണാം. അപ്പോൾ ഇവിടം വരെ വന്ന് റോഡ് തീരുകയാണ്. ഇതോ അവിടെ കണ്ടോ, അവിടെ ഇനി മണ്ണൊക്കെ ഒരുപാട് എടുക്കാനുണ്ട്. എക്സ്കവേഷൻ നടത്തി മണ്ണൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാലും ജസ്റ്റ് അവിടെ വരെ പോയി തിരിച്ചു വരാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ അത്രയും കൂടെ ലെങ്ത്ത് വെറുതെ കൂടും. അപ്പോൾ ഈ ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. ഇവിടെ നമുക്ക് കയറാമെന്ന് തോന്നുന്നു. നടന്ന് കയറാനേ പറ്റത്തുള്ളായിരിക്കും. നടന്ന് കയറാനേ പറ്റത്തുള്ളൂ. വെറുതെ ആ കല്ലിൻ്റെ മണ്ടയ്ക്ക് സ്കൂട്ടർ കയറ്റി സ്കൂട്ടർ പാഴാക്കണ്ട. നമുക്ക് ഇനിയും ഒരുപാട് ഓടാനുള്ള സ്കൂട്ടറാണ്. 1,17,000 കിലോമീറ്റർ ആയെങ്കിലും ആൾ പുലിയാണ്. നമ്മൾ ശാന്തമായിട്ട് ഓടിച്ചാൽ നല്ല മൈലേജ് തരും. വണ്ടി അടിപൊളിയാണ്. ആക്റ്റീവയൊക്കെ വെച്ച് നോക്കുമ്പം സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. അങ്ങനെയൊന്നും എന്നെ വഴി കിടത്തിയിട്ടില്ലാത്ത വണ്ടിയാണ്. വഴിയിലായ 1-2 അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബെൽറ്റ് പൊട്ടി ഒരു തവണ വഴി കിടന്നിട്ടുണ്ട്. അത് പിന്നെ വണ്ടിയുടെ കുറ്റമല്ലല്ലോ. അവിടെ കൂടെ വേണേൽ റോഡിലോട്ട് കയറാം. അത് വേണേൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പുറകെ ഒരുത്തം വരുന്നുണ്ട്. അവനെ ഒന്ന് അറിയിച്ചേക്കാം നമ്മൾ വലത്തോട്ടാ തിരിയുന്നതെന്ന്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന റോഡ് ഇവിടം വരെ, ഇവിടെ ഇങ്ങനെ ഈ ഒരു മണ്ണൊക്കെ നീക്കാനുണ്ട്. അതായത് ഇവിടുത്തെ ഇപ്പോൾ ഈ പാലം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റോഡ് പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു റോഡ് ഓൾറെഡി പഴയ റോഡുണ്ട്. പഴയ റോഡിന് ബദലായിട്ട് ഇപ്പുറത്തൊരു പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും ആ പാലം പണി തീരുമ്പോൾ അവർ ആ റോഡ് മറ്റേ മണ്ണെല്ലാം പൊളിച്ച് നീക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. കാരണം എങ്ങനെയാണ് പ്രൊജക്റ്റ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്നാലും കാണുന്നത് വെച്ച് നമ്മുടെ ഒരു കോമൺ സെൻസും കൂടെ വെച്ചാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, ക്ഷമിക്കുക. ഇതൊക്കെ തമിഴ്നാടാണ്. അതായത് ആ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് തമിഴ്നാട് ഏരിയകളാണ്. പക്ഷേ ഒരുപാട് മലയാളികൾ ഉള്ള ഏരിയയാണ്. പ്രത്യേകിച്ച് ഈ മാർത്താണ്ഡ ഏരിയയൊക്കെ നല്ലപോലെ മലയാളികളുണ്ട്. പണ്ട് കേരളത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെയാണ് ആ പാലം പണി നടക്കുന്നത്. അപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പഴയ റോഡ്. ഈ റോഡ്
മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ പുതിയ പാലം വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് കടക്കാം. കാരണം നമ്മുടെ ഫോക്കസ് NH ആണല്ലോ. ഇതിപ്പോൾ ഈയിടെ നടന്ന വർക്കായിട്ടാണ് തോന്നുന്നത്. ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഐ ആം ട്രാപ്ഡ്. കയറ്റം കയറി വരുന്ന വണ്ടിക്കാണ് നമ്മൾ സൈഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കാണുന്ന റോഡ് ഈയിടെ ലെവൽ ചെയ്ത പോലെ ഉണ്ട്. കാരണം പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ വർക്ക് ചെയ്തിരുന്നത് L&T ആണ്. L&T ആ വർക്ക് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. കാരണം കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ പ്രോപ്പറായിട്ട് നടന്നില്ല. അങ്ങനെ L&T ഉപേക്ഷിച്ച് പോയൊരു പദ്ധതിയാണിത്, ഈ തമിഴ്നാട് സൈഡിലെ വർക്ക്. ഇപ്പം എനിക്ക് തോന്നുന്നു TTK കൺസ്ട്രക്ഷൻ എന്നും പറഞ്ഞൊരു കമ്പനിയാണ് വർക്ക് നടത്തുന്നത്. അപ്പം ഇപ്പോഴത്തെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ TTK കൺസ്ട്രക്ഷനാണ്. കാരണം ഞാനത് TTK എന്ന് ഞാൻ പേര് പറയാൻ കാര്യം, അവരുടെ വണ്ടികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് കൂടുതലും. അപ്പോൾ ഓട്ടോ ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വഴി തന്നെ പോയി നോക്കാം. വരുത്താട്ട് നാഷണൽ ഹൈവേ, പൊന്നപ്പ നഗർ എന്നാണ് ആ കടയുടെ മുന്നിൽ പേര് കണ്ടത്. സ്ഥലപ്പേരൊക്കെ ചിലപ്പോൾ തെറ്റാം, നമുക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥലമാണ്. നിങ്ങളതൊക്കെ ക്ഷമിക്കുക. നിങ്ങളെ കാഴ്ചകൾ കാണിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ചിലപ്പോൾ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാവും. ഞാൻ 1-2 പാർട്ടായിട്ടൊക്കെ ചെയ്യാൻ നോക്കാം. ഇപ്പോഴത്തെ ഈ NHൻ്റെ ഈ നിർമ്മാണം കഴിയാത്ത ഏരിയകളൊക്കെ പ്രധാനമായും ആളുകൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് പഠിക്കാനുമുള്ള ട്രാക്കുകളായിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാറ് നിങ്ങൾ കണ്ടു കാണും. ആ കാറ് ഡ്രൈവിങ് പഠിപ്പിക്കുകയാണ്. ഇതൊരു മേൽപ്പാലം നിർമ്മാണത്തിലിരിക്കുക. എനിക്കൊന്ന് അന്ന് അവർ നിർമ്മിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് L&T കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയ പാലമാണ്. ഇപ്പോഴും പാലം പണി കഴിഞ്ഞിട്ടില്ല, ഇതുപോലെ നിൽക്കുകയാണ്. കാരണം ആ കമ്പിയൊക്കെ നല്ല തുരുമ്പിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് പണി നിന്ന് പോയ സ്ഥലം തന്നെ ആയിരിക്കണം. ആഹാ, കൊള്ളാം. കണ്ണപ്പ നഗർ. ഇതൊക്കെ പണ്ട് കോൺക്രീറ്റ് ചെയ്തത് തന്നെയാണ്. ഈയിടെ ചെയ്തതൊന്നുമല്ല. ഇതൊക്കെ പഴയ കൺസ്ട്രക്ഷൻസാണ്. ഇതൊക്കെ പണ്ട് L&T വർക്ക് നടത്തി, അതായത് അവർ ആ പ്രൊജക്റ്റ് ഉപേക്ഷിക്കുന്നതിന് മുന്നേ വർക്ക് നടത്തി കടന്നുപോയ സ്ഥലങ്ങളാണിതൊക്കെ. അവിടെ മുന്നിലായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കാണാം അത്യാവശ്യം. നല്ല ദൂരത്തായിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. അപ്പം നമുക്ക് ആരുടെയെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന്. ചേച്ചി, വണ്ടി അങ്ങോട്ട് പോവോ? അങ്ങോട്ട് വണ്ടി പോവോ? ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. അതോ ഒരു ബൈക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എന്താണ് കൺസ്ട്രക്ട്, എനിക്കൊന്ന് ഈ സൈഡ് വാളായിരിക്കണം അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് L&T കൺസ്ട്രക്ട് ചെയ്ത് വെച്ച സൈഡ് വാളിൻ്റെ ബാക്കി അവർ ചെയ്യുകയാണ്. ഇതൊക്കെ റീസെൻറ്റ് കൺസ്ട്രക്ഷനാണ്. കമ്പി വലയൊക്കെ വിരിച്ച് അവർ മണ്ണ് താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റിങ് ചെയ്യുകയാണ് മുകളിൽ നിന്ന് താഴോട്ട്. അപ്പോൾ ആ വർക്കാണ് അവർ ചെയ്യണത്. ഇവിടെ നിങ്ങൾക്ക് കാണാം പുതിയ കമ്പിയൊക്കെ വെച്ച് കോൺക്രീറ്റിങ്, ഭിത്തി മണ്ണിൻ്റെ തിട്ട ഇടിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് കോൺക്രീറ്റിങ് ചെയ്യുന്ന വർക്കുകളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. ഇവിടെ ഒരു അണ്ടർപാസാണ്. എവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല ഈ റോഡിൽ കൂടെ തന്നെ. മുന്നിൽ താഴോട്ട് ഇറങ്ങേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഈ കോൺക്രീറ്റ് ഇനി താഴോട്ട് ഇറങ്ങണം.
കാരണം ഒരു അണ്ടർപാസ്സാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല. സോ താഴെ കൂടെ തന്നെ പോകണം. ഇവിടെ ദേ കോൺക്രീറ്റൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ദേ പോകുന്നൊരു ജൂപ്പിറ്റർ അടിപൊളി വണ്ടി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. കാരണം അന്നാണെങ്കിൽ പോലും ഞാൻ നമ്മുടെ 1-2 വണ്ടിപ്രാന്തന്മാർ ഫ്രണ്ട്സിനോട് ചോദിച്ചാണ് ജൂപ്പിറ്റർ എടുത്തത് തന്നെ. എടുത്തതിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഒരു 5-6 വർഷം ആയി ഇപ്പോൾ ഉപയോഗിക്കുന്നു. എന്നാൽ പോലും ആളിപ്പോഴും നമ്മൾ മാന്യമായിട്ട് ഓടിച്ചാൽ ഒരു 50-ന് പുറത്ത് മൈലേജ് തരും. പാഞ്ഞു പറിച്ച് പോയാൽ നമുക്കൊരു എന്താ പറയുക 45-ലേക്കൊക്കെ താഴും മൈലേജ്. അല്ലാന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് ഓടിച്ചാൽ ഇതുണ്ട്. ഈ വണ്ടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് TTK കൺസ്ട്രക്ഷൻ. അതാണ് ഞാൻ ആ TTK എന്ന് പറയാൻ കാര്യം. TTK. ഓ മൈ ഗോഡ്, ഞാൻ റോഡ് മാറി കയറി. ഓക്കെ. ഓ, ഇവിടെ ഒരു പാലമുണ്ട് കേട്ടോ. ഈ ഒരു കഴക്കൂട്ടംകാരോട് ഈ 4 വരി പാതയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പാലങ്ങൾ വരുന്ന സ്ഥലത്ത് സർവീസ് റോഡ് ഇവന്മാർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊരു വൻ തൊല്ലയാണ്. ബാക്കി എല്ലായിടത്തും കുന്നുപോലൊക്കെ റോഡൊക്കെ കെട്ടിവെക്കും. പക്ഷേ ഇവന്മാർ സർവീസ് റോഡ് പണിയത്തില്ല. മറ്റേ ബാക്കി സ്ഥലങ്ങളിൽ ഈ പുഴയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇവന്മാർ, നമ്മുടെ അവിടെ തിരുവല്ലത്ത് നമുക്ക് സർവീസ് റോഡില്ല. എന്ത് പാടാണ്. NH ഈ മൊത്തം ഇന്ത്യയിൽ NH 4 വരി പാതയിൽ എതിരെ വണ്ടി വരുന്ന വേറെ ഏതെങ്കിലും സ്ഥലം കാണുമോ? അത് ഈ നമ്മുടെ എന്താ പറയുക ഈ തിരുവല്ലത്ത് മാത്രമേ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മൊത്തം ഇന്ത്യയിൽ ഇതൊരു പാലമാണ്. 4 വരി പാത. അവിടെ 2 വരി, ഇവിടെ 2 വരി. 2 വരി പാലം അപ്പുറത്ത്, 2 വരി പാലം ഇപ്പുറത്ത്. പിന്നെ നടക്കാനുള്ളൊരു കൈവരിയുണ്ട്. ഇതൊക്കെ പണ്ട് നമ്മുടെ എന്താ പറയുക പഴയ ടീം L&T കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ താമസിക്കാനുള്ള സ്ഥലമൊക്കെയാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഇപ്പോൾ TTKയുടെ ആൾക്കാരായിരിക്കും അവിടെ താമസിക്കുന്നത്. പൊന്നു ബാഗ് ഇങ്ങനെ ഇരുന്ന് ഹോൺ അടിച്ച് മനുഷ്യന് പണി തരല്ലേ. ഇവിടെ നല്ല രീതിക്ക് റോഡ് പണിയാനുണ്ട്, പാലം വരാനുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം എത്തി. അതായത് ഞാൻ മാപ്പിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു പുഴയരികിൽ നമ്മളെത്തും. അവിടെ റോഡില്ല. അവിടെ ഇനി ബാക്കിയുള്ള റോഡ് ഇനി നമ്മൾ പണിയേണ്ടതായിട്ടുണ്ട്, പാലം പണിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലമാണിത്. അപ്പം നമുക്ക് 1-2 ഫോട്ടോസൊക്കെ എടുക്കാം ഇവിടുത്തെ. അപ്പം നമുക്ക് ഇതേതാണ് സ്ഥലമെന്ന് നോക്കാം. കാപ്പുകാടൊക്കെ മുന്നിൽ കാണുന്നുണ്ട്. മരയപുരം ബസ് സ്റ്റോപ്പ് തൊട്ട് മുന്നിൽ കാണുന്നുണ്ട്. മരയപുരം ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടുത്തെ ഇതൊരു കുളമാണോ? ഇത് പുഴയൊന്നുമല്ല, ഇത് കുളമാണ്. ബുൾഷിറ്റ്. അപ്പോൾ അവിടെയാണ് ഇനി റോഡ്. ഇനി ഇത് കണ്ടാ ഇവിടെ റോഡ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ മരയപുരം പോണ്ടിൻ്റെ അടുത്ത് റോഡ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാപ്പിൽ ഇതാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്ന മറ്റേ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലമൊക്കെ ഒരു കുന്നാണ്. മലയാണ്. അതവന്മാർ ഇടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം പിന്നെ RTC മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇനി അങ്ങോട്ടുള്ള മാപ്പിട്ട് പോകണം. എന്നാലേ നമുക്കിനി ഇതേത് വഴി എടുക്കും? ഈ വഴി പോവാം. ഓക്കെ. അപ്പം നമുക്ക് ആ സ്കൂളിൻ്റെ അങ്ങോട്ട് പോകാം. അപ്പോൾ അതുവരെയുള്ള കാഴ്ചകൾ പിന്നെ വെറുതെ കാണിക്കണ്ടല്ലോ, ഏതെങ്കിലും കുഞ്ഞു റോഡ് വല്ലതും ആയിരിക്കും. അപ്പം ഇതാണ് നിലവിൽ ഇവിടുത്തെ അവസ്ഥ. മരയപുരം എന്ന് പറഞ്ഞാൽ മരയപുരം പോണ്ടിൻ്റെ അവിടെ റോഡ് വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ അപ്പുറം അടുത്ത ഒരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷൻ വരെ റോഡില്ല.
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പോണ്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ ഇവിടെയാണിത് നമ്മൾ നിന്നിരുന്നത്, മരയാപുരം പോണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. മാപ്പൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ വെറുതെ ആ വഴിയൊക്കെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അത് ആഡ് ചെയ്യാത്തത്. ഇപ്പോൾ ഇതാണ് ഇപ്പുറത്തെ അവസ്ഥ. ഇവിടെയാണ് ഇനി റോഡ് വരേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ മേൽപ്പാലം വരണം. എന്നിട്ട് ബാക്കി റോഡ് അങ്ങോട്ടാണ്, മറ്റേ ഇവർ കൺസ്ട്രക്ട് ചെയ്ത ബാക്കി റോഡ് നിങ്ങൾക്ക് കാണാം. അതായത് നമ്മുടെ L&T പണ്ട് കൺസ്ട്രക്ട് ചെയ്ത റോഡുകളാണ് കാണുന്നത്, മുന്നോട്ട് കാണുന്നത്. പിന്നെ നമുക്ക് ആ റൂട്ടിലോട്ട് കയറാം. അപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെയൊക്കെ സഹായത്തോടെ കൂടി മാത്രമേ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പ്രത്യേകിച്ച് നമുക്ക് ഒന്നാമത് ഏരിയ അറിയത്തില്ലല്ലോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്തുവാണോ, ഞാൻ നേരത്തെ കണ്ടത് ചെന്നിത്തോട്ടം എന്നാണ്. ഈ സ്ഥലം കാപ്പുകാട് ഇരണിപുരം റോഡ്, കാപ്പുകാട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് മാപ്പ് പ്രകാരമാണേ. എനിക്ക് എക്സാക്ട് ലൊക്കേഷൻ പേരൊന്നും വലിയ പരിചയമില്ല. ഇതിനപ്പുറത്തൊരു സ്ഥലത്ത് മാത്രം, അതായത് പള്ളിയാടി സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് മാത്രം ഞാൻ പണ്ട് പോയിട്ടുണ്ട്. അല്ലാതെ ഈ റൂട്ടിൽ ഞാൻ അധികം വന്നിട്ടില്ല. അത് അറിയാമല്ലോ, നമ്മുടെ ഭ്രാന്ത് ബസ്സും ട്രെയിന്, കപ്പൽ, വിമാനം. അപ്പോൾ ഇതൊന്നും ഈ ഒരു ഏരിയയിലോട്ട് അധികം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം നമുക്ക് ഇങ്ങോട്ട് വരണ്ടാത്തത്. ഇവിടെ ഇങ്ങോട്ട് റെയിൽവേ റൂട്ടൊന്നും ഇല്ല, ബസ് റൂട്ടും കാര്യമായിട്ടില്ല. ഈ ചെറിയ ബസ്സുകളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അവിടെ ഇനി പൊളിക്കേണ്ട സ്ഥലമാണ്. ഇതാണ് ഞാൻ നേരത്തെ മാപ്പിട്ട സ്കൂള്. അപ്പോൾ ബാക്കി നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അവരുടെ എന്തോ TTKയുടെ എന്തോ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യണ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഡോഗേഷ് സാർ ഒരുപാടുണ്ട്. ഡോഗേഷ് സാർ കടിക്കായിരുന്നു ആദ്യം. കൺസ്ട്രക്ഷൻകാർക്ക് വേണ്ടിയിട്ടുള്ള ചായക്കട ഇവിടെയാണ്. TTKയുടെ ലോറികളാണ് ഈ കിടക്കുന്നത്. കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കൊടുക്കണ ഇവനാണ് ഈ ലോറിക്കകത്തോട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്ന മെഷീൻ. ഓക്കെ, ശരി. ഞാൻ ഇപ്പോഴാണ് ആ കോൺക്രീറ്റ് താഴോട്ട് വീഴണ കാണുന്നത്. ഓ ഷിറ്റ്, ലോറി വീണ്ടും പൊടിയടിക്കും. മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് നേരെ മുന്നോട്ട് തന്നെ പോകാം. ഓ മൈ കടവുളെ, ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഷ്ടമാണ്. കാരണം അവിടെ നല്ല വെള്ളം. ഒരു ചേട്ടൻ ആ വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിക്കുന്നുണ്ട്. വെറുതെ പണി മേടിക്കണ്ട. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ മേൽപ്പാലം വരേണ്ടതാണെന്ന് തോന്നുന്നു. ഇവിടെ റോഡില്ല. അങ്ങോട്ടിനി റോഡുണ്ടോയെന്നൊന്ന് പോയി നോക്കാം. ഇല്ലെങ്കിൽ തിരിച്ചു വരാം. അയ്യോ, ഒരു കീരിയാണ് ആ ചാടി. പോകാൻ പറ്റുമോ കേട്ടോ അങ്ങോട്ട്? താഴോട്ട് ഇറങ്ങാവോ? ഇറങ്ങാൻ മുടിയാതെ. ഓക്കെ, താങ്ക് യു. அந்த பக்கம் போகிறதுக்கு ஏதாச்சும் வழி இருக்கா? அந்த பக்கம் போகணுன்னா அந்த வழி போக முடியுமா? இல்லை, அந்த வழி வண்டியா? அப்படியே போய் அங்கே மேலே ஒரு முக்குண்டு. ஓகே, இடத்த போகണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് വഴി പോകാൻ പറ്റൂല. അപ്പോൾ അപ്പുറത്തെ റോഡിൽ കൂടെ കയറാനുള്ള യോഗമുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആ ചേട്ടൻ പദ്ധതി ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നു. പാവം മനുഷ്യൻ. ഓരോ പണി വരുന്ന വഴി നോക്കണേ. പുള്ളിയുടെ അത്രയും വലിയ വീലായിട്ട് പുള്ളിക്ക് കയറാൻ പറ്റുന്നില്ല. നമ്മളപ്പം ഉറപ്പായിട്ടും പെട്ടുപോയേനെ. ഈ റോഡ് പോയിട്ട് ഒരു മുക്കുണ്ട്. ആ മുക്കിൽ നിന്ന് ലെഫ്റ്റ് എന്നാണ് മറ്റേ ചേട്ടൻ പറഞ്ഞത്. നോക്കാം. ഇതായിരിക്കണം ആ മുക്ക്. കുഴി.
പൊന്നടാവേ മോനടാ നോക്കിപ്പോടാ. തന്തപ്പട്ടിയാണോ? അപ്പുറത്തൊരെണ്ണം ഉണ്ടറാ ഇറക്കാം. ചെക്കൻ ഒരൊറ്റ ഓട്ടമാണ്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചേച്ചി അങ്ങനെ ചെയ്യിക്കരുത് ചെറുക്കനെ കൊണ്ട്. വണ്ടി വരുന്നുണ്ടോയെന്ന് പോലും നോക്കാതെ ഒരൊറ്റ ഓട്ടമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ അതേണ്ട ആ ചെളിയിൽ പെട്ടുപോയ ചേട്ടൻ വരുന്നുണ്ട്. നമ്മൾ ഈ മുകളിലാണ് കയറിയത്. അപ്പം നമുക്ക് നോക്കാം. ഇങ്ങോട്ട് പോകാമല്ലോ അല്ലേ? അത് അവിടെയല്ലേ? ഇവിടെയും ചെളിയാണോ? മുകളിൽ പോവാം. ഓക്കെ ശരി. ആള് നല്ല വെള്ളമാണ്. എന്നാൽ ഇപ്പോൾ ആ കാലെല്ലാം കഴുകിയിട്ട് പറയുന്നത് പാവം മനുഷ്യൻ ചെളിക്കകത്ത് വെട്ടുപോയി. നമ്മളൊരു ലെവലിൽ കൂടുതലുള്ള ചെളി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കയറാൻ നിൽക്കരുത്. അത് വെറുതെ വഴിയെ പോണ പണി ചോദിച്ച് മേടിക്കുന്നതിന് സമാനമായിരിക്കും. ഇപ്പോൾ നമ്മൾ പിന്നെയും ഈ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. ഇത് പണ്ടെങ്ങാണ്ട് അവർ ഒരു റൗണ്ട് എങ്ങാണ്ട് കോൺക്രീറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ബാക്കി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ഇനിയും. അപ്പോൾ നമ്മളിപ്പം അവിടെ നിന്ന് കുറച്ച് മാറി മുന്നോട്ട് വന്നിട്ടുണ്ട്. നല്ലൂരൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്തുവാ? നെൽവേലി ലോർഡ് ശിവൻ ടെമ്പിൾ. നെൽവേലി ടെമ്പിൾ. അതും ആ കാണുന്നതാണ് നെൽവേലി അമ്പലം. ഇനി എത്ര ദൂരമുണ്ട് പള്ളിയാടിയൊക്കെ എത്താൻ? നട്ടാലം പള്ളിയാടി. ഞാൻ ആലോചിക്കുന്ന പള്ളിയാടിയോ എരണിയലോ വെച്ച് നിർത്തണം എന്നാണ്. ഇവിടെ എന്തായാലും ഒരു ബ്രേക്കുണ്ട്. ആ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുന്നിടത്തൊരു ബ്രേക്കുണ്ട്. റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുന്നിടത്തെ ബ്രേക്ക് വരെ നിർത്താം. അതായിരിക്കും നല്ലത്. ഇവിടം വരെ കൊണ്ടങ്ങ് നിർത്താം. പള്ളിയാടി വരെ ഫസ്റ്റ് പാർട്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് സെക്കൻഡ് പാർട്ടായിട്ട് പിന്നെ എപ്പോഴേലും ചെയ്യാം, ടൈം കിട്ടുന്നതനുസരിച്ച്. ഞാൻ വീഡിയോ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അമ്മയ്ക്ക് കാറ്ററാക്റ്റിൻ്റെ ഒരു സർജറി വന്ന് കുറേ ദിവസമൊന്നും ലോങ് യാത്രയൊന്നും നടത്താൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇവിടെ നല്ല റോഡുണ്ടല്ലേ. നമ്മൾ ഏത് വഴി പോകും? ലെഫ്റ്റ് പോയാൽ റോഡ് കാണുമോ? നമുക്ക് റൈറ്റ് കയറി നോക്കാം. കാരണം നമ്മുടെ ഫോക്കസ് NH ആണല്ലോ. അപ്പോൾ നമുക്ക് റൈറ്റ് കയറി നോക്കാം. ദൈവമേ, ഭാരത് ബെൻസ് ടിപ്പർ. കുഴപ്പമില്ല. ഓക്കെ, ഏറ്റവും കയറി വരുക. TTK കൺസ്ട്രക്ഷൻസ്. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. മേൽപ്പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഗിർഡറുകളൊക്കെ വാർത്തുകൊണ്ടിരിക്കുകയാണ് അവർ.
TTK കൺസ്ട്രക്ഷൻസിൻ്റെ ലോറി, അവരുടെ ഹിറ്റാച്ചി, അവരുടെ എക്സ്കവേറ്ററൊക്കെ ഉണ്ട്. സ്റ്റാഫ് ബസ്സാണോ എന്തോ വണ്ടിയാണോ. ഇവിടെയൊക്കെ അവരുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഇതാ ഒരുപാട് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന റോഡൊക്കെ പണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ L&T വാർത്തിട്ടിട്ട് പോയതാണ്. അത്യാവശ്യം കുറേ ദൂരം അവരന്ന് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഇതുപോലെ എനിക്ക് തോന്നുന്നു ആ വെള്ളമൊക്കെ കിടക്കുന്ന ഏരിയയിലായിരിക്കണം. ഈ കുറച്ച് മുന്നേ കണ്ടില്ലേ ആ വെള്ളമൊക്കെ ഉള്ള ഏരിയ, അവിടെയൊക്കെ ആയിരിക്കണം കേസിൽ കിടന്നിരുന്നതൊക്കെ. അവിടെ എന്തോ കേസ് വന്ന് അങ്ങനെ എന്തോ ഒരുപാട് ഡിലേ ആയിട്ടാണ് അവർ പദ്ധതി ഉപേക്ഷിച്ച് പോയിട്ടുള്ളതെന്നാണ് കേൾക്കാൻ സാധിച്ചത്, അറിയാൻ സാധിച്ചത്. L&T കമ്പനി അങ്ങനെയാണ് പോയതത്ര. ഡോഗേഷ് സാർ, ഇവിടെ ഏതോ മെയിൻ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ പാലവും വല്ലതും ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വെറുതെ ഒരു ജംഗ്ഷൻ ഇട്ട് അവസാനം പഴയ കടയും കാഞ്ഞിരംകുളവും ഒക്കെ പോലെ ആർക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഞാനങ്ങനെ പറഞ്ഞിട്ട് കൂട്ട് പഠിക്കും വീഡിയോയ്ക്ക്. മുന്നിൽ റോഡ് തീരുകയാണോ? ആ ജംഗ്ഷൻ വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഈ ചേട്ടൻ പോകുന്നുണ്ടല്ലോ. മുന്നിലൊരു വലിയ പാലം പണി നടക്കുന്നുണ്ട്. മണ്ണിൽ കൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, അതായത് ഈ റോഡിലൊക്കെ മണലൊക്കെ കിടക്കുമ്പം, അതേപോലെ കല്ലുപൊടിയൊക്കെ കിടക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ബ്രേക്ക് അടിക്കാൻ. ടയർ നല്ല കണ്ടീഷൻ അല്ലെങ്കിൽ മുഞ്ഞിയും കുത്തി താഴെ കിടക്കും. ഞാൻ ഒന്ന് കിടന്നിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ പറയുന്നതാണ്, ആ വീഴ്ചയുടെ അനുഭവത്തിൽ പറയുന്നതാണ്. നേരത്തെ അവിടെ മണ്ണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ മണ്ണ് കിടക്കുന്ന സ്ഥലം ഭയങ്കര റിസ്ക്കുള്ളൊരു കേസാണ്. ഇവിടെ എന്തോ ഹെവി പണി നടക്കുവാണല്ലോ. ഇതുവഴി പോകാൻ പറ്റുമോ എന്തോ. അപ്പുറത്തെ ഭാഗത്തോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല. അതായത് ഈ ഒരു റോഡിന് വേണ്ടിയിട്ടുള്ള അണ്ടർപാസ് ആണെന്ന് തോന്നുന്നു അവിടെ നിർമ്മാണം നടക്കുന്നത്. ഇവിടെ വലിയൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സോ നമുക്ക് അപ്പുറത്തോട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കണം. ഇതെന്തോ ഇവിടെ പുഴയാണോ? പുഴയാണല്ലേ. ഇവിടെ പുഴയാണ്. അപ്പുറത്ത് റോഡൊട്ടില്ല താനും. അപ്പുറത്തുനിന്ന് വല്ലതും വഴിയുണ്ടോ എന്ന് നോക്കണം. എന്തായാലും ഇവിടുത്തെ 2 പടം എടുത്തേക്കാം. വഴിയുണ്ടെന്നാണ് മാപ്പിൽ കാണിച്ചത്. നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കാം. രണ്ട് റോഡുണ്ട്. രണ്ടിലേതെങ്കിലും ഒന്ന് അവിടെ എത്തും. ഇവിടെ ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കിടക്കുന്നത് കൊണ്ട് ഇവനായിരിക്കണം അങ്ങോട്ട് പോകുന്നത്.
ഓ യെസ്. ഐ, ഇതെന്തെന്നാ? കോഴിയാണോ? കോഴിയല്ല, വേറെന്തോ കൂടിയ സാധനമാണ്. ഇവിടെ പാലമാണ്. പോയ പണി കിട്ടുമോ? ഇവിടെയൊക്കെ ഇനി നല്ല പണി നടക്കാനുണ്ടല്ലോ, നല്ലപോലെ പണി നടക്കാനുണ്ട്. എന്നാ പാലത്തിൻ്റെ ഫോട്ടോ എടുക്കണം. നല്ല റോഡ്, വളരെ മനോഹരമായ റോഡ്. ഇത് നട്ടാലം എന്ന് പറഞ്ഞ ഏരിയ ആണ് കേട്ടോ. നട്ടാലം, നമ്മുടെ മറ്റേ തിരുനട്ടാലമൊക്കെ ഇവിടെയാണോ എന്തോ, മറ്റേ ഒരു നമ്മുടെ ശിവാലയ ഓട്ടത്തിൻ്റെ അകത്തെ ഒരു ശിവൻ്റെ അമ്പലമൊക്കെ ഉണ്ട് ഫേമസ് ആയിട്ടുള്ള. അതാണോ ഇനി ഈ നട്ടാലം? ആ നട്ടാലം തന്നെ ആയിരിക്കണം ഈ നട്ടാലം. ഞാൻ ശിവാലയ ഓട്ടം ഒന്നും വന്നിട്ടില്ല ഇതുവരെ. നമ്മുടെ ശിവരാത്രി അനുബന്ധിച്ച് നമ്മുടെ ഈ ട്രിവാൻഡ്രം ജില്ലയിലുള്ള ആളുകൾ ഇങ്ങനെ പോകാറുണ്ട്. അമ്മയൊക്കെ പണ്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനിതുവരെ പോയിട്ടില്ല. ഞങ്ങളുടെ ഓഫീസിലൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി ഈ പറഞ്ഞ ഫുള്ള് അമ്പലങ്ങൾ നടന്നു പോവും. അതൊക്കെ സമ്മതിക്കണം. എൻ്റെ അമ്മോ, നടന്നു പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10-12 അമ്പലം കണ്ടുണ്ട് ശിവാലയോട്ടം. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കടന്നു പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ. ലോറിയൊക്കെ പോയ വഴിയാണ്. എനിക്കൊന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ പെയ്ത മഴ ഇവിടെയും നല്ല പോലെ പെയ്തിട്ടുണ്ട്. അത് കാരണം റോഡൊക്കെ നല്ല വികൃതമായിട്ട് കിടക്കുകയാണ്. ലോറിക്ക് പിന്നെ അതിൻ്റെ പുറത്തൂടെ ഒക്കെ പോകാൻ സുഖമായിട്ട്, കാരണം അവന് വലിയ പണി കിട്ടത്തില്ല. നമ്മൾ പോയാൽ നമ്മൾ വിവരം അറിയും. എന്നാലും നമ്മൾ ബോർഡറിൽ കൂടെയാണ് പോണത്. മണ്ണെങ്ങാനും വലിച്ച് പോയാൽ തീർന്ന്. വണ്ടിയും ഞാനും കൂടെ താഴെ കിടക്കും. പിന്നെ ആരെങ്കിലും വന്ന് വാരിപ്പറക്കി എടുക്കേണ്ടി വരും. നീ ഇതിൽ ഏത് വഴി പോയാലാണോ റോഡുള്ളത്? ദൈവമേ, നടുക്കൂടെ പോയാൽ മേളിൽ കയറാൻ പറ്റുമോ? ഇല്ല. ഇത് അവിടെ തീരുവാണ് റോഡ്. അവിടെ റോഡ് തീരുകയാണ്. ഇവിടെ നിന്ന് ഇനി മേളിലോട്ട് വഴി എവിടെയാണെന്ന് നമുക്ക് മാപ്പിൻ്റെ സഹായം തേടാം. ഇവിടെ വന്ന് നിൽക്കുകയാണ് റോഡ്. മാപ്പിൻ്റെ സഹായം തേടിയാൽ ഞാനെവിടെയാ? ഓക്കെ, റോഡ് മേളിൽ, അതിൻ്റെ മണ്ടയ്ക്കൊപ്പം റോഡുണ്ട്. 2 വഴിക്ക് പോയാലും എത്തുമെന്നാണ് കാണിക്കുന്നത്. പക്ഷെ റോഡ് ശരി കാണിക്കുന്നത് മേളിലാണ്. രണ്ടും കൽപ്പിച്ചങ്ങ് പോകാം ഏതെങ്കിലും വഴിക്ക്. അവിടെ പട്ടി നിൽക്കുന്നു. എന്തായാലും 2 പടം എടുക്കട്ടെ ആദ്യം. നമുക്ക് ഫേസ്ബുക്കിൽ ഇടണമല്ലോ. അതാണ് നമ്മൾ നേരത്തെ കണ്ട പാലം. അയ്യോ, പണി നടക്കുന്നു. നട്ടാലം. നമുക്ക് എന്തായാലും ഈ ലെഫ്റ്റ് പിടിച്ച് തന്നെ കയറാം. വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ടായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ ഞാൻ ആ ഇടയ്ക്ക് പറപ്പിച്ച് വിട്ടതിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോയുടെ പരമാവധി ലെങ്ത് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അമ്മേ, കല്ല്. നൈസ്. ബുദ്ധിമുട്ടുള്ള ഏരിയ നമ്മൾ കടന്നു. അയ്യോ ഇല്ല, ഇതെന്തോന്നിത്? ഓ മൈ ഗോഡ്. ബുദ്ധിമുട്ടുള്ള ഏരിയ ഇപ്പോഴാണ് കടന്നത്. പണ്ടാരം ആ കുഴിക്കകത്ത് വീണ് ബാക്ക് വീല്. എൻ്റെ അമ്മോ, അയ്യോ. ആ
ഓക്കെ, അതും പാസ്സായിരിക്കുന്നു. എൻ്റെ അമ്മേ, അതൊരു കല്ലായിരുന്നല്ലോ. ഈശ്വരാ, ഇവിടെങ്കിലും റോഡില്ലേ? അപ്പോൾ അതുവഴി പോയിരുന്നെങ്കിൽ ഞാൻ ഇതുവഴിയും വഴിയില്ല, ഇതുവഴിയും വഴി നഹി ഹേ. അപ്പുറത്തൂടെ പോയാലും വഴിയില്ല. അപ്പുറത്തൂടെ നമുക്ക് കടക്കാൻ പറ്റും. റിസ്ക്കാണ്, മണ്ട. ഈ വീട്ടുകാരൊക്കെ ഏത് വഴിക്കാ പോവുക? ബട്ട് എങ്ങും ഒരു വഴിയില്ലല്ലോ. വീട്ടുകാർക്കൊന്നും ഒരു വഴി വേണ്ടേ ദൈവമേ. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡുണ്ടല്ലേ? ചുമ്മാതല്ല. ഇങ്ങനെ ഇറക്കത്തിൽ കിടന്നാൽ സ്റ്റാർട്ടാവുമല്ലോ. അയ്യോ, എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റെൻ്റെ ദൈവമേ. ഇനി അടുത്ത വഴി കണ്ടുപിടിക്കണം. അവിടെ പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടോപ്പിൽ വഴിയുണ്ട്, പക്ഷെ താഴെ വഴിയില്ല ആക്ച്വലി. ഇനി വഴി ഇത് വഴിയാണോ? ഇവിടെ എവിടെയെങ്കിലും വഴിയുണ്ടോ? വഴി തുടങ്ങുന്നതാണ് കാണിക്കുന്നത്. പോയി നോക്കാം. സ്റ്റെപ്പ് വല്ലതും ഉണ്ടെങ്കിൽ തേഞ്ഞു ഇല്ല. അമ്മേ, എൻ്റെ കളരി പരമ്പര ദൈവങ്ങളെ. അതാണ് നേരത്തെ കണ്ട വഴി, ആൾക്കാർ ചാടുന്ന വഴി. വെള്ളം പോവാനുള്ള ചാൽ. പള്ളിയാടി. ഇവിടെയാണ് റോഡ് കൺസ്ട്രക്ഷൻ. EKK ഇൻഫ്രാസ്ട്രക്ചറും അവിടെ നമുക്ക് നോക്കാം.
നമ്മൾ കയറി വന്ന ഏരിയകളാണ്. നമ്മൾ കയറി വന്ന ഏരിയാസാണ് അപ്പുറത്തുള്ളത്. സോ അപ്പുറത്ത് പോയാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അപ്പോൾ വെറുതെ നമ്മളായിട്ട് ചെന്ന് അവരുടെ വായിലോട്ട് ചാടി കൊടുക്കണ്ടല്ലോ. സോ നമ്മൾ ഇവിടുന്ന് നേരെ ആക്ച്വൽ പള്ളിയാടി എന്ന് പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഞാൻ ആ 1-2 സ്ഥലങ്ങളിൽ കണ്ട ബോർഡ് പള്ളിയാടി എന്നായിരുന്നു. നമുക്കിനി മിച്ചം കിടക്കുന്ന NH കയറാം. മാരക വ്യൂ. വെയിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു ഫോട്ടോ എടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് വ്യൂ. കെട്ടൊരു ഫോട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് പഠിപ്പിക്കൽ നടക്കുന്നുണ്ട്. ഇതോ വരുന്ന ഡ്രൈവിംഗ് പഠിപ്പിച്ചുകൊണ്ട് ഒരു വണ്ടി. അപ്പോൾ അതുമായിട്ട് അത്യാവശ്യം ഗ്യാപ്പിട്ട് പോകാം. ബാക്കിൽ നിന്ന് വണ്ടി വരുന്നില്ല. അപ്പോൾ ഇവിടം വരെ വന്ന് ആ റോഡ് പിന്നെയും തീരുകയാണ്. മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന് മുന്നേ ഇവിടെ നിന്ന് 2-3 പടം എടുക്കണം. താഴോട്ട് ഇറങ്ങിയിട്ട് വേറെ റോഡ് കണ്ടുപിടിക്കാം. അത്യാവശ്യ സ്ഥലങ്ങളിൽ അവർ പണ്ടേ പണിതിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു തോതിൽ റോഡ് ഇനിയും പണിയാനുണ്ട്. ഇവിടെ പോസ്റ്റൊക്കെ കാണുന്നു. വെറുതെ കൊണ്ട് കാട്ടിക്കൊണ്ട് പോസ്റ്റ് ഇടൂലല്ലോ. റോഡ് അവിടെ റോഡ്. ഇതൊരു മാതിരി പന്ന റോഡാണ്. ഇവിടെ വേണ്ട. അങ്ങേരുടെ വീട്ടിലോട്ടുള്ള റോഡാണെന്ന് തോന്നുന്നു. നമുക്ക് താഴത്തെ റോഡ് പിടിക്കാം. അതായത് നേരത്തെ ആ ലോറി കയറി വന്ന റോഡ് നമുക്ക് പിടിക്കാം. എൻ്റെ അമ്മേ, ഞാൻ മാഫിയനെ കണ്ട് ഒരു നിമിഷം ഒന്ന് കോരി തിരിച്ചു പോയി. മാഫിയ, നല്ല പേര്. നമ്മളെ തൃശ്ശൂർ കൊണ്ടിറക്കിയ പുലികളിക്ക് കൊള്ളാം. നമ്മുടെ ലക്ഷ്യം മാഫിയ അല്ലല്ലോ. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങാം. നമ്മുടെ ലക്ഷ്യം റോഡ് കവറേജ്. ഇവിടെ വേറൊരു അണ്ടർപാസ് ഉണ്ടെന്ന് തോന്നുന്നു. വേറൊരു അണ്ടർപാസ് ഉണ്ട്. വെള്ളം പോകാൻ വല്ലതും ആണോ? റോഡിന് വേണ്ടിയില്ല, തോടിന് വേണ്ടിയാണ്. മാഫിയ അവിടെ കിടപ്പുണ്ടായിരുന്നു. അണ്ടർപാസൊക്കെ അടച്ചു വെച്ചേക്കാണ്.
റോഡൊക്കെ പണിത് വരുന്നു. എന്തരാണ് ഉദ്ദേശം? അണ്ണൈ അങ്ങോട്ട് പോക മുടിയുമാ? താങ്ക് യു. പാവൻ ചേട്ടൻ വണ്ടി മാറ്റി തന്നു. നമുക്കൊരു സഹായം ചെയ്യുന്നവരെ വെറുതെ ഒന്ന് ഗ്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും കുറയാനില്ല. ഞാനൊക്കെ പെട്രോൾ പമ്പിൽ പോകുമ്പം പെട്രോൾ പമ്പിൽ എനിക്ക് പെട്രോൾ അടിച്ച് തരുന്നവർക്ക് ഞാനൊരു താങ്ക്സ് ഒക്കെ കൊടുക്കും. അതൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള നിലയ്ക്കാണ്. വഴിയില്ലല്ലോ, അപ്പോൾ അപ്പുറത്തൂടെ പോയി നോക്കാം. വാവ്, നല്ല രസം. അടിപൊളി, ഇവിടെ അടിപൊളി. അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെ പോകണോ? ഓ, ഇങ്ങോട്ടില്ല. ഓ ശരി ശരി. വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും മറ്റേ എന്താ പറയുക, പാലം കാണിച്ചിട്ടുണ്ട്. അതായത് മേൽപ്പാലം, റെയിൽവേ ലൈനിന് കുറുകെ, അതായത് പള്ളിയാടി സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ റെയിൽവേ ലൈനിന് കുറുകെ ഒരു മേൽപ്പാലം കാണിച്ചിട്ടുണ്ട്. ആ പാലമാണ് ഈ മുന്നിൽ കാണുന്നത്. അതായത് ആ പാലത്തിൻ്റെ നമ്മുടെ പാറശാല സൈഡ്, ലെഫ്റ്റ് സൈഡിലുള്ള പാലമാണ് ഈ കാണുന്നത്. അപ്പുറത്ത് ഇതേപോലെ വേറൊരു പാലം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം കുറച്ച് മുന്നിൽ പോയിട്ട്. ഇതാണ് അങ്ങോട്ടുള്ള വ്യൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പടം എടുത്തിട്ട് നമുക്ക് നീങ്ങാം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ. ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് അവിടെ മുന്നിൽ റെയിൽവേ ലൈനാണ്, പോകാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ നമുക്ക് അവിടെ മേളിലൊന്ന് കയറി ആ റെയിൽവേ ലൈനും പറ്റുമെങ്കിൽ ഏതെങ്കിലും വണ്ടി ഉണ്ടോ എന്നും കൂടെ നോക്കാം. ഏതെങ്കിലും ട്രെയിനും കൂടെ വെച്ച് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ. ട്രെയിനിൻ്റെ സൗണ്ട്. സമയത്രേ 5:15. അനന്തപുരി നമ്മുടെ അടുത്താണ് കണ്ടത്. ഇത്രയും നാളും നമ്മൾ ഈ സ്ഥലം ട്രെയിനിലിരുന്നല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി ഇവിടെ മേളിൽ നിന്നും കാണാം. അനന്തപുരിയാണ് ആ കടന്നു പോകുന്നത്. ഇൻസ്പെക്ഷൻ കാറുണ്ടായിരുന്നു പുറകിൽ. ഇൻസ്പെക്ഷൻ കാറിൽ ആരോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പാറശാല ഇത് പക്ഷേ ലെൻസ് മാറ്റിയാലേ നടക്കത്തുള്ളൂ. ഞാനപ്പോൾ 1-2 പടം എടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇതിനപ്പുറം ഇതാണ് റെയിൽവേ ലൈൻ. രണ്ടാമത്തെ പാലത്തിനും കൂടെ, അതായത് രണ്ടാമത്തെ ട്രാക്കിനും കൂടെയുള്ള സ്ഥലം വിട്ടിട്ടാണ് അവർ ഇവിടെ റെയിൽവേ ലൈൻ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലം ഇത്രയുമായിരുന്നു. പള്ളിയാടി ആ ഒരു സ്റ്റേഷൻ്റെ അടുത്തുള്ള ലൈൻ വരെയുള്ള സ്ഥലമാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. നാളെ ഇനിയിപ്പം എന്താ പറയുക, 6-ാം തീയതിയാണ്, ജൂൺ 6. അപ്പോൾ ആശുപത്രിയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂസ് കുറേ ഡ്യൂട്ടി ഉണ്ട്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഡ്യൂട്ടിക്ക് ഇടയ്ക്കാണെങ്കിലും ഞാൻ ഏതെങ്കിലും ദിവസം എന്തായാലും ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വണ്ടി ഓടിച്ചാണ് വീഡിയോ ചെയ്തത്, അതുകൊണ്ട്
സൗണ്ടൊക്കെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പോൾ ഞാനിനി കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ.